ഇറാനിൽ അമേരിക്ക യുദ്ധം തുടങ്ങാൻ കാരണം ആണവ പദ്ധതിയും മിസൈൽ പ്രഹര പരിധിയുമൊക്കെയാകാം. യഥാർത്ഥ കാരണങ്ങളും പ്രഖ്യാപിത ലക്ഷ്യങ്ങളും തമ്മിൽ അകലം കൂടുതലാണ്. ഇറാനെ ആക്രമിക്കാമെന്ന ആശയം അമേരിക്കൻ പ്രസിഡന്റ് ട്രംപിന് കിട്ടിയത് 2 മാസത്തോളം അവിടെ നടന്ന ജനകീയ പ്രക്ഷോഭത്തിൽ നിന്നാണ്. നിങ്ങൾ പോരാട്ടം തുടരൂ, സഹായം എത്തുന്നുണ്ട് എന്ന് ട്രംപ് പറഞ്ഞത് ആദ്യ യുദ്ധകാഹളമായിരുന്നു. പ്രക്ഷോഭത്തെ ഇറാൻ ഭരണകൂടം അടിച്ചൊതുക്കി. 15,000-ലധികം പേർ കൊല്ലപ്പെട്ടു. ആയിരക്കണക്കിന് പ്രക്ഷോഭകരെ അറസ്റ്റ് ചെയ്തു. പിന്നാലെയാണ് ട്രംപ് വേറെ കാരണങ്ങൾ പറഞ്ഞ് ഇറാനെ ആക്രമിക്കാൻ തുടങ്ങിയത്. പക്ഷേ പ്രക്ഷോഭകർക്കെതിരായ നടപടി അവസാനിച്ചിരുന്നില്ല. പശ്ചിമേഷ്യയിൽ സംഘർഷം പുകഞ്ഞുകൊണ്ടിരിക്കെ തന്നെ രാജ്യത്ത് നിരവധി പേരെ വധശിക്ഷയ്ക്ക് വിധിക്കുകയാണ് ഇറാൻ. ഫെബ്രുവരി 28-ന് ഇറാൻ യുദ്ധം ആരംഭിച്ച ശേഷം പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമനയി കൊല്ലപ്പെട്ടതോടെ ഇറാന്റെ ഭരണ നേതൃത്വത്തിന്റെ കടിഞ്ഞാൺ ഇറാനിയൻ സൈനിക വിഭാഗമായ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സ് ഏറ്റെടുത്തു എന്ന് റിപ്പോർട്ടുകൾ വന്നിരുന്നു. അതിനെ സാധൂകരിക്കുന്നതാണ് യുദ്ധം ആരംഭിച്ചതിന് ശേഷം ഇറാനിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടവരുടെ എണ്ണം. ഐക്യരാഷ്ട്രസഭയുടെ മനുഷ്യാവകാശ വിഭാഗമായ ഓഫീസ് ഓഫ് ദി ഹൈ കമ്മീഷണർ ഫോർ ഹ്യൂമൻ റൈറ്റ്സ് പുറത്തുവിട്ട കണക്കുകൾ പ്രകാരം ഫെബ്രുവരി 28-ന് യുദ്ധം ആരംഭിച്ച ശേഷം ഇതുവരെ മാത്രം 21 പേരെ ഇറാനിൽ വധശിക്ഷയ്ക്ക് വിധേയമാക്കി. 4,000-ലധികം ആളുകളെ അറസ്റ്റ് ചെയ്തതായും മനുഷ്യാവകാശ വിഭാഗം പുറത്തുവിട്ട കണക്കുകൾ തെളിയിക്കുന്നു. യുദ്ധസമയങ്ങളിൽ മനുഷ്യാവകാശങ്ങൾക്കെതിരെ ഭീഷണികൾ വലിയ രീതിയിൽ വർദ്ധിക്കുകയാണ് എന്ന് മനുഷ്യാവകാശ വിഭാഗം ഹൈ കമ്മീഷണർ വോൾക്കർ ടർക്ക് പറയുന്നുണ്ട്. ഇക്കഴിഞ്ഞ 2 മാസങ്ങൾക്കിടെ വധശിക്ഷയ്ക്ക് വിധേയരാക്കപ്പെട്ടവരിൽ 9 പേരും ഇറാനിലെ വിലക്കയറ്റ വിരുദ്ധ പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ടവരാണ് എന്നതാണ് മറ്റൊരു വസ്തുത. ഈ പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ച 9 പേരെയാണ് യുദ്ധം ആരംഭിച്ച ശേഷം തൂക്കിലേറ്റിയത്. ഭരണകൂട വിരുദ്ധ സംഘങ്ങളിൽ അംഗത്വമെടുത്തതിന്റെ പേരിൽ 10 പേരെ തൂക്കിലേറ്റിയിട്ടുണ്ട്. അതോടൊപ്പം ചാരവൃത്തി നടത്തിയെന്ന കുറ്റത്തിന് 2 പേരെയും തൂക്കിലേറ്റി. ഇസ്രായേലി ചാരസംഘടനയായ മൊസാദുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുകയും മൊസാദിന് വിവരങ്ങൾ കൈമാറുകയും ചെയ്ത 2 പേരെയാണ് വധശിക്ഷയ്ക്ക് വിധേയമാക്കിയത്. യുദ്ധം ആരംഭിച്ച ശേഷം തടവറയിൽ ക്രൂര പീഡനങ്ങളും നിർബന്ധിച്ച് കുറ്റം സമ്മതിക്കലും വ്യാപകമായി നടക്കുന്നുണ്ട് എന്നും മനുഷ്യാവകാശ സംഘടന പുറത്തുവിട്ട റിപ്പോർട്ടിലെ ഞെട്ടിക്കുന്ന വിവരങ്ങളാണ്. കസ്റ്റഡിയിലിരിക്കെ മരിച്ച പല ആളുകളുടെയും ശരീരത്തിൽ ക്രൂരമായ പീഡനം ഏൽക്കേണ്ടി വന്നതിന്റെ അടയാളങ്ങൾ ഉള്ളതായുള്ള റിപ്പോർട്ടുകളുമുണ്ട്. പലർക്കും തടവറയിൽ വെച്ച് പീഡനത്തിന്റെ മുറിവേറ്റിട്ടും ചികിത്സ നിഷേധിക്കപ്പെട്ടതായും റിപ്പോർട്ടിൽ പറയുന്നു. യുദ്ധത്തെ മറയാക്കി ഇറാനിലെ കോടതികൾ കുറ്റം കണ്ടെത്തി ശിക്ഷ വിധിക്കലും വധശിക്ഷ നടപ്പാക്കലും അതിവേഗത്തിലാക്കിയെന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത്. നിർബന്ധിച്ചുള്ള കുറ്റം സമ്മതിപ്പിക്കലിന് പുറമെ ഇസ്ലാമിക് നിയമം അനുസരിച്ചുള്ള ഇൽമെ ഖാസി എന്ന തത്വവും ജഡ്ജിമാർ പ്രയോഗിക്കുന്നുണ്ട്. ഇറാനിലെ ഇസ്ലാമിക് പീനൽ കോഡ് പ്രകാരം കുറ്റവാളിക്കെതിരെ സാഹചര്യ തെളിവ് മാത്രം വെച്ച് ഏകപക്ഷീയമായി വധശിക്ഷ വിധിക്കുന്ന വകുപ്പാണ് ഇത്. നസ്രിൻ സത്തോദോഹ് ഉൾപ്പെടെ ഒട്ടേറെ തടവുകാരെ അജ്ഞാത കേന്ദ്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. 2012-ൽ യൂറോപ്യൻ പാർലമെന്റിന്റെ സഖറോവ് മനുഷ്യാവകാശ സമ്മാനം ലഭിച്ചയാളാണ് നസ്രിൻ സത്തോദേഹ്. തടവറകൾക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നതിലും അധികം ആളുകൾ ഇപ്പോഴും ജയിലുകളിൽ കഴിയുകയാണ്. ഇവർക്ക് ആഹാരം, വെള്ളം, മരുന്ന് തുടങ്ങിയവ വേണ്ടത്ര ലഭിക്കുന്നില്ല എന്നും റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടുന്നു. ആഹാര വിതരണം മുടങ്ങിയതിന്റെ പേരിൽ മാർച്ച് 18-ന് ചബഹാർ ജയിലിലെ തടവുകാർ പ്രതിഷേധിച്ചിരുന്നു. പ്രതിഷേധിച്ചവരിൽ 5 പേരെ സുരക്ഷാ സേനകൾ വധിച്ചുവെന്നും 21 പേർക്ക് ഏറ്റുമുട്ടലിൽ പരിക്കേറ്റുവെന്നും OHCHR പുറത്തുവിട്ട റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നുണ്ട്. അതേസമയം ഇറാനിയൻ പ്രതിപക്ഷ സംഘടനയായ പീപ്പിൾസ് മൊജാഹിദീൻ ഓർഗനൈസേഷനിൽ അംഗത്വമുള്ള 11 രാഷ്ട്രീയ തടവുകാർ കൂടി വധശിക്ഷ നേരിടാൻ വിധിക്കപ്പെട്ടിരിക്കുകയാണ്. ഹ്യൂമൻ റൈറ്റ്സ് ആക്ടിവിസ്റ്റ് ന്യൂസ് ഏജൻസി എന്ന സ്വതന്ത്ര സംഘടന പുറത്തുവിട്ട വാർത്തയനുസരിച്ച് 2022 മാർച്ച് മുതൽ 2026 മാർച്ച് വരെയുള്ള ഒരു വർഷത്തിനിടെ 78,907 പേരെ ഇറാൻ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ആശയപരമായ കാരണത്താലോ രാഷ്ട്രീയപരമായ കാരണത്താലോ ആണ് ഇവരെ അറസ്റ്റ് ചെയ്തത്. ഇതിൽ ഒരു വർഷത്തിനിടെ ഇതുവരെ 2,488 പേരെ വധശിക്ഷയ്ക്ക് വിധേയമാക്കിയിട്ടുണ്ട് എന്നാണ് റിപ്പോർട്ടുകൾ. ഇതിൽ 63 പേർ സ്ത്രീകളും 2 പേർ കുട്ടികളുമാണ്. ലഹരിയുമായി ബന്ധപ്പെട്ട കുറ്റത്തിന് 955 പേരെ വധശിക്ഷയ്ക്ക് വിധേയരാക്കി. അതായത് ശരാശരി പ്രതിദിനം 3 പേർ കൊല്ലപ്പെടുന്നുണ്ട് എന്നാണ് വിവരം. 13 പേരുടെ വധശിക്ഷ പരസ്യമായിട്ടാണ് നടപ്പാക്കിയത് എന്നും റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാട്ടുന്നു. അമേരിക്ക ഞെട്ടിച്ച ഒരു കണക്ക് പുറത്തുവിട്ടിരിക്കുകയാണ് ഇതിനിടയിൽ തന്നെ ഇറാനിലെ ഒരു ഹാക്കർ ഗ്രൂപ്പ്. ഇറാനിൽ സൈനിക നടപടികൾക്കായി വിന്യസിച്ചിട്ടുള്ള ആയിരക്കണക്കിന് US മറൈനുകളുടെ വ്യക്തിവിവരങ്ങൾ അടക്കം ചോർത്തിയെന്നാണ് ഇറാൻ ബന്ധമുള്ള ഹാക്കർ ഗ്രൂപ്പ് അവകാശപ്പെട്ടത്. മേഖലയിലെ US മറൈനുകൾക്ക് നേരെ ഈ ഗ്രൂപ്പ് ഭീഷണി മുഴക്കിയതായാണ് വിവരം. വിഷയത്തിന്റെ ഗൗരവം കണക്കിലെടുത്ത് US സൈനിക ആസ്ഥാനമായ പെന്റഗൺ അന്വേഷണവും ആരംഭിച്ചിട്ടുണ്ട്. ചോർന്ന വിവരങ്ങളിൽ ചിലത് ആധികാരികമാണ് എന്നാണ് പ്രാഥമിക കണ്ടെത്തലുകൾ സൂചിപ്പിക്കുന്നത് എന്ന് അന്താരാഷ്ട്ര മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്യുന്നു. ഇറാൻ യുദ്ധത്തിന്റെ ഭാഗമായി പശ്ചിമേഷ്യയിൽ വിന്യസിച്ചിരിക്കുന്ന മറൈനുകളെയും
വിദ്യാർത്ഥികളെയും അവരുടെ കുടുംബങ്ങളെയും ലക്ഷ്യമിട്ടാണ് സൈബർ ആക്രമണം നടന്നിരിക്കുന്നത്. ടെലഗ്രാം വഴി വിവരങ്ങൾ പുറത്തുവിട്ട ഹാക്കർമാർ തങ്ങൾ ഈ മറൈനുകളെ നിരന്തരം നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നും മുന്നറിയിപ്പ് നൽകി. 2000-ലധികം മറൈനുകളുടെ വ്യക്തിവിവരങ്ങൾ ചോർത്തിയതായാണ് വിവരം. മറൈനുകളുടെ കുടുംബ വിവരങ്ങൾ, വിലാസങ്ങൾ, ദിനചര്യകൾ, ദൈനംദിന നീക്കങ്ങൾ എന്നിവയുൾപ്പെടെ കൂടുതൽ വിവരങ്ങൾ തങ്ങളുടെ പക്കലുണ്ട് എന്നും ഇവ പിന്നീട് പുറത്തുവിടുമെന്നും ഹാക്കർ ഗ്രൂപ്പ് അവകാശപ്പെട്ടിട്ടുണ്ട്. പക്ഷേ ഈ അവകാശവാദങ്ങൾ ഒന്നും ഇതുവരെ സ്ഥിരീകരിക്കപ്പെട്ടിട്ടില്ല. ഹോർമൂസിൽ നാവിക ഉപരോധം തുടരുന്നതിനിടെ ഇറാന്റെ കറൻസിയായ റിയാലിന്റെ മൂല്യം ഡോളറിനെതിരെ റെക്കോർഡ് താഴ്ന്ന നിലയിൽ എത്തിയിട്ടുമുണ്ട്. തുറമുഖങ്ങൾക്കും കപ്പലുകൾക്ക് നേരെ US നാവിക ഉപരോധം തുടരുന്നതിനാൽ കറൻസി ട്രാക്കിംഗ് വെബ്സൈറ്റുകൾ പ്രകാരം ഡോളറിനെതിരെ ഇറാൻ കറൻസിയുടെ മൂല്യം ഏകദേശം 1.80 ദശലക്ഷം റിയാലാണ്. 2 മാസം മുൻപ് യുദ്ധം പൊട്ടിപ്പുറപ്പെട്ടപ്പോൾ ഒരു ഡോളർ ഏകദേശം 1.70 ദശലക്ഷം റിയാലായിരുന്നു. അമേരിക്കയ്ക്ക് മേൽ സമ്മർദ്ദം കൂട്ടാൻ മറ്റൊരു കടലിടുക്കായ ബാബ് അൽ മന്ദേബിലും പ്രതിസന്ധി സൃഷ്ടിക്കാൻ ശ്രമിക്കുകയാണ് ഇറാൻ. ഇറാന്റെ തുറമുഖങ്ങളിൽ അമേരിക്ക നടത്തിയ സൈനിക ഉപരോധത്തിന് തിരിച്ചടി നൽകാമെന്ന് ദേശീയ സുരക്ഷാ സമിതിയുടെ ഡെപ്യൂട്ടി ഹെഡ് അലായുദ്ദീൻ ബോറോജർദി മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഞങ്ങളുടെ പുതിയ തന്ത്രം ഇതുവരെ പുറത്തെടുത്തിട്ടില്ല എന്ന് ബോറോജർദി പറഞ്ഞു. അത് ബാബൽ മന്ദേബിനെ ഉദ്ദേശിച്ചാണ് എന്ന് അന്താരാഷ്ട്ര വിദഗ്ധർ വിലയിരുത്തുന്നുണ്ട്. ബാബൽ മന്ദേബിന്റെ പ്രാധാന്യം ഹോർമൂസ് കടലിടുക്കിന്റെ പ്രാധാന്യത്തെക്കാൾ കുറവായിരിക്കില്ല എന്ന ബോറോജർദിയുടെ മുൻ പരാമർശം പ്രാധാന്യമർഹിക്കുന്നു. യമനിലെ ഹൂത്തി വിമതരോട് വാണിജ്യ കപ്പലുകളെ ആക്രമിക്കാനും തടയാനും ആവശ്യപ്പെടുമെന്ന് ടെഹ്റാൻ മുമ്പ് ഭീഷണിപ്പെടുത്തിയിരുന്നു. മേഖലയിലെ ഊർജ്ജ വിതരണത്തിനുള്ള മറ്റൊരു നിർണായക ചോക്ക് പോയിന്റാണ് ബാബൽ മന്ദേബ്. അമേരിക്കയ്ക്കും അതിന്റെ സമ്പദ് വ്യവസ്ഥയ്ക്കും ആ നീക്കം പ്രഹരമേൽപ്പിക്കുമെന്നാണ് ഇറാന്റെ പ്രതീക്ഷ. ആണവായുധം കൈവശം വെക്കാൻ അനുവദിക്കില്ല എന്ന് അമേരിക്ക പറയുമ്പോഴും ഇറാനിലെ സമ്പുഷ്ടമായ യുറേനിയത്തിന്റെ ഭൂരിഭാഗവും ഇപ്പോഴും ഇസ്ഫഹാൻ സമുച്ചയത്തിലാണ് എന്ന് അന്താരാഷ്ട്ര ആണവോർജ്ജ ഏജൻസി അഥവാ IAEA മേധാവി റാഫേൽ ഗ്രോസി പറഞ്ഞതും ശ്രദ്ധേയമാണ്. കഴിഞ്ഞ വർഷം ഇസ്രയേലും അമേരിക്കയും വ്യോമാക്രമണം നടത്തി ഇസ്ഫഹാൻ ആണവ സമുച്ചയം തകർത്തിരുന്നു. ഇപ്പോഴത്തെ US ഇസ്രയേൽ യുദ്ധത്തിൽ തീവ്രത കുറഞ്ഞ ആക്രമണങ്ങളും നേരിടേണ്ടി വന്നിരുന്നതായി UN ആണവ ഏജൻസിയുടെ തലവൻ പറയുന്നു. ഇറാനെതിരായ ഏറ്റവും പുതിയ US ഇസ്രയേൽ വ്യോമാക്രമണങ്ങളുടെ ഫലങ്ങൾ കാണിക്കുന്ന ഉപഗ്രഹ ചിത്രങ്ങൾ അന്താരാഷ്ട്ര ആണവോർജ്ജ ഏജൻസിയുടെ പക്കലുണ്ട്. അതിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ ലഭിക്കുന്നുണ്ട് എന്നും റാഫേൽ ഗ്രോസി വെളിപ്പെടുത്തി. കഴിഞ്ഞ വർഷം ജൂണിൽ ഇറാനിൽ 12 ദിവസത്തെ യുദ്ധം ആരംഭിച്ചതോടെ ഇസ്ഫഹാനിൽ IAEA പരിശോധനകൾ അവസാനിച്ചു. ഈ യുദ്ധത്തിൽ ഇറാന്റെ 3 ആണവ കേന്ദ്രങ്ങൾ അമേരിക്ക ബോംബിട്ടിരുന്നു. ഇറാന്റെ സമ്പുഷ്ടമായ യുറേനിയത്തിന്റെ വലിയൊരു ശതമാനം 12 ദിവസത്തെ യുദ്ധം പൊട്ടിപ്പുറപ്പെട്ട 2025 ജൂണിൽ അവിടെ സൂക്ഷിച്ചിരുന്നു. അന്നു മുതൽ അത് അവിടെ തന്നെയുണ്ട് എന്ന് UN ആണവ നിരീക്ഷണ സംഘം വിശ്വസിക്കുന്നതായും ഗ്രോസി പറയുന്നു. ജൂണിലെ യുദ്ധം ആരംഭിക്കുന്നതിന് തൊട്ടു മുൻപ് 2025 ജൂൺ 9-ന് 18 നീല കണ്ടെയ്നറുകൾ നിറച്ച ഒരു ട്രക്ക് ഇസ്ഫഹാൻ ന്യൂക്ലിയർ ടെക്നോളജി സെന്ററിലെ ഒരു തുരങ്കത്തിലേക്ക് പോകുന്ന ഉപഗ്രഹ ചിത്രം ലഭിച്ചിട്ടുണ്ട്. ഉയർന്ന സമ്പുഷ്ടമായ യുറേനിയം അടങ്ങിയിട്ടുണ്ട് എന്ന് വിശ്വസിക്കപ്പെടുന്ന ആ കണ്ടെയ്നറുകൾ അവിടെ തന്നെ തുടരാനാണ് സാധ്യതയെന്നും അന്താരാഷ്ട്ര ആണവോർജ്ജ ഏജൻസി മേധാവി പറയുന്നു.